ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് വിസ്മയ. ഞാനൊരു കോഴിക്കോടുകാരിയാണ്. ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ വീട്ടിലുണ്ട്. കുറച്ച് കാലമായിട്ട് റെസ്റ്റ് എടുത്ത് ലീവ് എടുത്ത് വീട്ടിലിരിക്കാം എന്നുള്ള പ്ലാനിൽ വന്നതാണ്. സോ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറേ കാലമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് ഒരു ഡേസി ലുക്ക് വീഡിയോ ചെയ്യണമെന്ന്. എന്ന് വെച്ചാൽ ഭയങ്കര പ്രൊഫഷണലി ഉള്ള മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ സ്ഥിരമായിട്ട് എന്താണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഞാൻ എന്താണോ ചെയ്യാറ് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ ഡു വാച്ച്. നമുക്ക് ഇനിയും വീഡിയോസ് കാണാം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ, എല്ലാപ്പോഴും പറയുന്നത് പോലെ, ഫസ്റ്റ് യു നീഡ് ടു ഗൈസ് യൂസ് സൺസ്ക്രീൻ ഇല്ലാണ്ട് ഒരു പരിപാടിയും തുടങ്ങിയിട്ട് കാര്യമില്ല. സോ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു യൂസ്. അപ്പം സൺസ്ക്രീനും തുടങ്ങാം. ഉള്ളത് യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ ഒരു മിനിമൽ അല്ലെങ്കിൽ ഭയങ്കര ഒരുപാട് വാട്ടറി ആയിട്ടുള്ളത് യൂസ് ചെയ്തിരിക്കുക. നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അതും ഡെയിലി യൂസ് ചെയ്യാൻ ശ്രമിക്കാം. സോ എൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് ബ്യൂട്ടി ഓഫ് ജോസൻ്റെ ആണ് സൺസ്ക്രീൻ. ഭയങ്കര റെക്കമെൻഡ് മീൻസ് അങ്ങനെയല്ല, ഭയങ്കരമായിട്ടും റിവ്യൂ കണ്ടിട്ട് ഞാൻ വാങ്ങിയ ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് വർത്താണ്. അത്യാവശ്യം പ്രൈസ് ഉണ്ട്. സോ അല്ലാണ്ട് ഡോട്ട്&കീൻ്റെ ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. സോ അങ്ങനത്തത് ബിഗിനേഴ്സിന് ഞാൻ ചൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. പ്രൈമർ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. എൻ്റെ അടുത്തുള്ള പ്രൈമർ തീർന്നിട്ടിരിക്കുകയാണ്. സോ ഐ എം നോട്ട് ഗോണ യൂസ്. സോ ഞാനൊരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഹൈഫൻ്റെ ലിപ് ബാം ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കൊണ്ടു നടക്കാനാണെങ്കിൽ പക്ഷേ ഇതൊരു ഇത്തിരി കളറുള്ളതാണ് കേട്ടോ. ഇത്തിരി പിഗ്മെന്റഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഒരു പണിയും ഇല്ല. അപ്പം എന്തെങ്കിലും ആരോടെങ്കിലുമൊക്കെ സംസാരിക്കണം തോന്നി. സോ അതാണ് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡ്രസ്സ് കുറച്ച് നാളായിട്ട് അലമാരിക്കകത്തിരിക്കുമായിരുന്നു. അന്നേരം ഇത് വെച്ച് കുറച്ച് കുപ്പികാലൊക്കെ വെച്ചിട്ട് ഒന്ന് സ്റ്റൈലാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ ഇന്നലെ നെയിൽസ് ഒക്കെ പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു 4 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ്. സോ ഒരു പണിയില്ലാത്തവർ സ്റ്റാർട്ട് വിത്ത് കൺസീലർ. ഞാൻ കെ ബ്യൂട്ടീൻ്റെ കൺസീലറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൺസീലറാണ്. ഞാൻ കൺസീലർ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ കണ്ണിൻ്റെ ഈ ഭാഗത്തുമാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഭാഗത്ത്, മീശ ഭാഗത്ത് ഒക്കെയാണ് കൺസീലർ ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ മുകളിൽ, പിന്നെ പിരികത്തിൻ്റെ അതിൽ ഞാൻ ഔട്ടർ ലൈൻ വരച്ചു കൊടുക്കും. അത് കുറച്ച് അത് കഴിഞ്ഞിട്ട് കൺസീലർ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കിത്, എൻ്റെ കൺസീലർ ബ്രഷ് ഇതാണ്. കുറച്ച് അബദ്ധമാണ്. സ്റ്റിൽ കണ്ടോ, ഇതെനിക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എസ്തെറ്റിക്കലി പ്ലീസിങ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ബാക്കിലെ ലൈറ്റൊക്കെ തെളിയിച്ച് വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ടേൺ ഇറ്റ് ഔട്ട്. സോ കൺസീലർ ചെയ്തു, കൺസീലൊക്കെ ആയിട്ടുണ്ട്. ലെറ്റ്സ് മൂവ് ആഫ്റ്റർ സം ടൈംസ്. ഓക്കെ, കൺസീലർ ചെയ്തു. നമുക്കിനി അടുത്തത് കുറച്ച് എൻ്റെ ഫൗണ്ടേഷൻ ഇതാണ്. നൈക്കേൻ്റെ സൂപ്പർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിറം ഫൈൻ ഫൗണ്ടേഷൻ ആണ്. ആൻഡ് ഐ ലവ് ദിസ് വൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ എനിക്ക് എൻ്റെ ഫൗണ്ടേഷൻസ് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. പിന്നെ ഇതിന് മുന്നേ എൻ്റെ അടുത്തുണ്ടായിരുന്നത് നൈക്കേൻ്റെ തന്നെയാണ്. ഇതൊന്നും ആരും എനിക്ക് എൻ്റെ, പക്ഷേ ഇതെനിക്ക് പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഷെയ്ഡിനേക്കാളും ഒരു ഒറ്റ ഷെയ്ഡ് മുകളിലാണിത്. എനിക്കത് അന്നേരം പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം എനിക്ക് അന്നേരം ചൂട് കളർ ഉണ്ടായിരുന്നു. Now I am getting darker. അപ്പം ഇതിങ്ങനെ വെളുത്ത് വരും. സോ ഞാനിങ്ങനെയാണ് ചെയ്യുക. ഒരുപാട്
അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പൊ അടുത്തത് നമുക്ക് ഐ ഷാഡോ ഞാൻ ഈ മിനി ബോക്സ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ മേ ബി കളർ കൂട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഐ ഷാഡോ ഞാനൊരു ചെറിയ ഒരു പിങ്ക് ഷെയ്ഡാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ശരിക്കും ഡേസി ലുക്കിൽ മെയിൻ ആയിട്ടുള്ള ഐ മേക്കപ്പ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഐ മേക്കപ്പ് എത്രത്തോളം ഭംഗിയായിരിക്കുന്നതോ അല്ലെങ്കിൽ അതിലാണ് മെയിനായിട്ട് ഡേസി ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ ഐ ഷാഡോ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് കൈയാണ് എപ്പോഴും കംഫർട്ടബിൾ. ഞാൻ അന്നേരം ഇങ്ങനത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്. പിന്നെ ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത് അണ്ടർ ഐ ക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ. ഓക്കെ, സോ അടുത്തത് നമുക്ക് പിരികം സെറ്റ് ആക്കാം. പിരികം ഐബ്രോസ് എന്നത് കാണുന്നില്ല. സോ ഐ ആം യൂസിങ് ഈ ഒരു ബ്രഷും മസ്കാരയിൽ ഞാൻ അത് കുറച്ചെടുത്തിട്ട് ഞാൻ ഇത് ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പം അത്യാവശ്യം കളറും ആവും. ദിഗംബരനാക്കാതെ ശ്രദ്ധിക്കാം. ഓക്കെ, അതാണ് മെയിൻ. ഒരുപാട് അതിന്റെ മുകളിൽ പൗച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഐലൈനർ ആണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്യുന്നത് എസൻസിന്റെ ഐലൈനർ ആണ്. ഇത് ഭയങ്കര ഈസി ടു ഡ്രോ ആട്ടോ. ഇനി നമുക്ക് താഴെ ചെയ്ത് കൊടുക്കാം. താഴെ ഞാൻ വാട്ടർ ലൈനിൽ നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. കണ്ണാണ് ഇന്നത്തെ ലുക്കിന്റെ മെയിൻ ശരിക്കും. ഇനി നമുക്ക് ഐലാഷസ് വെച്ച് കൊടുക്കാം. എന്റെ ഐലാഷസ് രണ്ട് ടൈപ്പ് ഐലാഷസ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഒന്ന് കുറച്ചുകൂടി ഡിസൈൻ ആയിട്ടുള്ളതും ഒന്ന് കുറച്ച് അധികം മിനിമലാണ്. സോ ഞാനിത് നമുക്കിന്ന് ചെയ്ത് ചെയ്യാം. സോ നമുക്ക് ഐലാഷസ് നല്ലോണം വെച്ച് കൊടുക്കാം. ഞാൻ ഇന്ന് അത്യാവശ്യം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഐലാഷ് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എക്സ്റ്റൻഷൻ മറ്റേ പാർലറിൽ പോയി ചെയ്താലോ. ബട്ട് അത് വർക്ക് ആയിട്ട് തോന്നില്ല. അപ്പോൾ 1 month 5,000 ഒക്കെ വരുന്നതല്ലേ. ഓരോ മാസം കുറച്ച് അധികം ഐലാഷ് പോകാറുണ്ട്. സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. ഐലാഷസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് ഞാൻ ഒരു കാര്യം വെച്ചാൽ എൻ്റെ പൗഡർ ബ്ലഷ് ആണുള്ളത്. NY
NYXന്റെ എൻ്റെ പൗഡർ ബ്രഷാണ്. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ഈ സാധനം ഇപ്പോൾ ഉള്ള സ്ഥിതി ഞാൻ ഇതിങ്ങനെ ആക്കി ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ ഉണ്ടോ ഒരുപാട് പുറത്തു പോകുന്നുണ്ട്. താഴെ വീണതാണ്. സോ ഞാൻ ഇതോടെ കൂടി പൗഡർ ബ്ലഷ് യൂസ് ചെയ്താൽ മാത്രമേ. കാരണം ഇങ്ങനത്തെ ക്രീം ബ്ലഷ് ആണെങ്കിൽ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇഷ്ടമുള്ള പോലെ താഴെ വീണാലും പ്രശ്നമല്ല, എന്താക്കിയാലും ഒരു പ്രശ്നമല്ല. ആൻഡ് ഇറ്റ്സ് ലുക്സ് ഗുഡ്. അപ്പം നമുക്ക് ലിപ്പ് ചെയ്യാം. എൻ്റെ ലിപ്പ് അത്യാവശ്യം നല്ല പിഗ്മെന്റാണ്, നമുക്കത് ചെയ്യാം. ഇന്നത്തെ ലിപ്പ് കോംബോ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് 3 ലിപ്പാണ്. ഇത് മേബിലൈനിൻ്റെ ടെഡി ടിൻ്റ് ആണ്. പിന്നെ ഇത് നമ്മുടെ ഡാസ്ലറിൻ്റെ, ഇത് പിന്നെ മാർസിൻ്റെ ലിപ്പ് ലൈനർ. സോ സ്റ്റാർട്ട് വിത്ത് ലിപ്പ് ലൈനർ. അങ്ങനെ ലിപ്പ് ചെയ്യുന്നതാണ് പ്രശ്നം. പിന്നെ ചെയ്യാവുന്ന